ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. റെസിപ്പി വീഡിയോ ഞങ്ങൾ ഫുഡ് വീഡിയോകളാണല്ലോ ഇടാറുള്ളത്. പക്ഷേ ഇന്നൊരു വിവാദമായ ഒരു നാരങ്ങക്കറി മുന്നേ വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ മഞ്ഞ കളറിലാണ് വെച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങളത് റെഡ് കളറിലാണ് വെക്കുന്നത്. ആ കളറ് കാണിക്കുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എനിക്കന്ന് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. എന്നെ ഒത്തിരി പേര് ചീത്ത വിളിച്ചു, ഒത്തിരി പേര്. അവരോടൊക്കെ ഞാൻ പറയാൻ പോകുന്നത്, ഒരു പാത്രം വയ്ക്കുന്നു, ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ്, നല്ലെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. ഓരോ വീട്ടിലും ഓരോ വ്യത്യസ്തമായ രുചികളാണ്. ഓരോ അടുക്കളയിലും നമ്മുടെ വീട്ടിലേതുപോലെ ആയിരിക്കില്ല അടുത്ത വീട്ടിലേത്. കുറ്റം പറയുന്നതിന് മുന്നേ ഇങ്ങനെയും ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതിയാകും. ഞങ്ങളുടെ വർക്കല ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നാരങ്ങക്കറി വെക്കാറുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് 2 ടീസ്പൂണും ഉലുവ ഒരു 2-3 നുള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയും വെക്കാം നാരങ്ങക്കറി. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത നാരങ്ങക്കറിയാണ്. അയ്യേ എന്ന് വെക്കാതെ വ്യത്യസ്തമായതെല്ലാം പരീക്ഷിച്ച് നോക്കുക കേട്ടോ. വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഉള്ളി അരിഞ്ഞാൽ എടുക്കുക. ചെറിയ ഉള്ളിയും സവാളയും ഇടാം. അയ്യേ, സവാള ചേർത്തക്ക നാരങ്ങക്കറിയോ? ഇങ്ങനെയാണോ വെക്കുന്നത്? നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളൊരു ഒന്നും അറിയാത്ത ഒരാളാണ്. നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു. ഇതാണോ നാരങ്ങ അച്ചാറ് എന്നും പറഞ്ഞ് എന്നെ പറയാനിനി ചീത്തയൊന്നുമില്ല കേട്ടോ ആൾക്കാർ. ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഒരു വിഭവം ഉണ്ടാക്കിത്തരും. ആ വിഭവത്തിനെ പോലെ ആയിരിക്കില്ല അടുത്ത വീട്ടിലേത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഓരോ രുചികളും പരീക്ഷിച്ച് നോക്കാമെന്നുള്ളതാണ്. ഞാൻ കൊച്ചിലേ മുതൽ നാരങ്ങക്കറി സദ്യക്ക് ഇങ്ങനെ വെച്ചാണ് ശീലിച്ചിട്ടുള്ളത്. ഇങ്ങനെ അല്ലാതെയും അവരൊക്കെ പറയുന്ന രീതിയിലും വെക്കാം കേട്ടോ. എൻ്റേതൊരു പെർഫെക്റ്റ് രുചിയെന്ന് ഞാൻ വാശി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചുവന്ന് മണം മാറുമ്പോൾ നമ്മൾ നാരങ്ങ തൊലി ചെത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. തൊലി ചെത്താതെയും ഇടാം, തൊലി ചെത്തിയും ഇടാം. അരിയെല്ലാം കളഞ്ഞ് തൊലി ചെത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് ഞങ്ങളുടെ വർക്കല ഭാഗങ്ങളിൽ ഞങ്ങൾ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയാണ്. ഇനിയിപ്പോൾ വർക്കല വേറൊരു രീതിയിലും വയ്ക്കുന്നവരുണ്ടാവാം, ഇല്ല എന്നല്ല. ഞങ്ങൾ വയ്ക്കുന്ന രീതിയാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ പൂക്കണം കേട്ടോ. ഇത് സദ്യക്ക് വിളമ്പുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എന്നും പറഞ്ഞൊന്നും ഞാൻ ആരെയും വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എന്നെ ചീത്ത പറയുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇങ്ങനെയൊക്കെയാണ് എന്ന്. അപ്പോൾ നമ്മളിത് അതിലേക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതിയാവും കേട്ടോ. നന്നായിട്ട് കിടന്ന് ആ എണ്ണയൊക്കെ പിടിച്ച് വരണം. നല്ല കയ്പുള്ള നല്ല നാടൻ നാരങ്ങയായിരുന്നേ. നല്ല കയ്പൊക്കെയുള്ള നാടൻ നാരങ്ങയാണ്, വടുക്കപ്പുള്ളി നാരങ്ങയാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ ചെറുനാരങ്ങയിൽ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നാരങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ്. സദ്യയ്ക്ക് ഞങ്ങൾ ഓണത്തിനൊക്കെ ഇതാണ് വെക്കാറുള്ളത്, ഇങ്ങനെയാണ് വെക്കാറുള്ളത്. സവാള ചേർക്കാതെയും വെക്കാം കേട്ടോ. സവാള ചേർക്കുന്നത് ഞങ്ങളുടെ ഒരു രീതിയാണ്, എടുത്തു പറയാം. ഇത് പൊതുവേ ഇങ്ങനെയല്ല. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? നിങ്ങൾക്ക് വെക്കാനറിയില്ല, നിങ്ങൾ മോശമാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചവരോടുള്ള മറുപടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പല രീതിയിൽ വയ്ക്കാം. ഞാനാണ് പെർഫെക്റ്റ്, എൻ്റേതാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് മുന്നേ ഇങ്ങനെയും ഉണ്ടാവും. ഈ ലോകം വിശാലമാണ് കൂട്ടരെ. ഈ ലോകത്ത് ഇങ്ങനെ മനുഷ്യരിങ്ങനെ പല ചിന്തകളും പ്രവർത്തനങ്ങളും വികസിച്ച് പരന്നിങ്ങനെ കിടക്കുകയാണ്. നമുക്കറിയാത്തത് പലതും ഈ ഭൂമിയിലുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അയ്യേ എന്ന് വെക്കുന്നതിനൊപ്പം വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. കായമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കട്ടക്കായമാണ് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. മുറിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് അതിനെ ഒരാളെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, അച്ചാറുകളിൽ കട്ടക്കായ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കട്ടക്കായ ആക്കി. പിന്നെ ആദ്യമൊക്കെ കട്ടക്കായ ആയിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൂപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൂത്ത് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് കേട്ടോ, നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ ഇത് പായസമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ. നമ്മളുടെ ചില കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഈ നാരങ്ങക്കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൽ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരട്ടെ.
സത്യം പറഞ്ഞാൽ എനിക്ക് ആ കമൻറ്റുകൾ കണ്ടപ്പോൾ ആദ്യമൊക്കെ വിഷമം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു മനുഷ്യൻ ഇത്രയ്ക്ക് ചെറുതാണോ, ഇത്രയ്ക്ക് ഇടുങ്ങിയവരാണോ? ഒന്ന് കാണുമ്പോൾ ഇതല്ല ശരി, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ് തിരുത്താം. പക്ഷേ ഇത് ആക്ഷേപമായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ആക്ഷേപം. നമ്മുടെ മസാലയാണ് ചേർക്കുന്നത്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു രഹസ്യ കൂട്ടുന്നത്. രഹസ്യമാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്താൽ പോരെ, കാണിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. രഹസ്യ കൂട്ടൊന്നുമല്ല, ഞങ്ങളുടെ സ്പെഷ്യൽ നൈമിത്രയുടെ മസാല, കാശ്മീരി പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർന്ന ഞങ്ങളുടെ സ്പെഷ്യൽ മസാല. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ നല്ലത് എന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെ പറയുന്നു എന്ന് മാത്രം കേട്ടോ. നിങ്ങളിപ്പോൾ അങ്ങനെ പറയണം, ചുറ്റും നിൽക്കുന്ന എല്ലാവരും നല്ലതെന്ന് പറയണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അലുമിനിയം പാത്രത്തിൽ വെക്കരുതെന്ന് പറഞ്ഞു. അലുമിനിയം പാത്രത്തിൽ വെക്കുന്നത് നല്ലതല്ല തന്നെ, പക്ഷേ നമുക്കതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇറ്റാലിയത്തിൻ്റെ ഉരുളിയാണ്, അതിലാണ് നമ്മളിപ്പോൾ വെക്കുന്നത് കേട്ടോ. നല്ലപോലെ ഒരു മണമൊക്കെ വന്ന് പൂത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും. വാളൻപുളി ഈ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താലും മതി. പച്ചവെള്ളം ഒന്നിലും തൊടരുത്, ഇത് ഇരിക്കത്തില്ല കേട്ടോ. സവാള ചേർക്കുന്നതുകൊണ്ട് തന്നെ 2 മാസം ആകുമ്പോൾ ടേസ്റ്റ് മാറും. വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലിട്ട് കുറുക്കി വറ്റിച്ചെടുക്കും. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഒരു പക്ഷേ ചില മനുഷ്യർക്കൊക്കെ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. എൻ്റെ അമ്മയ്ക്കൊക്കെ അത് മതി. എൻ്റെ അമ്മയൊക്കെ ഇതാണ് കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ വേണമായിരുന്നു. അങ്ങനെ ആവശ്യത്തിനെല്ലാം വെള്ളം ഒഴിച്ച് ഇതിനെ ഇട്ട് കുറുക്കി വറ്റിച്ച് ഞങ്ങളൊക്കെ നെയ്യ് തെളിയിച്ചെടുക്കുന്നു എന്ന് പറയുക വീട്ടിലൊക്കെ. എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴത്തേക്കും ഇതൊരു സൂപ്പർ ഹിറ്റ് നാരങ്ങക്കറിയായിട്ട് മാറും. എന്നിട്ട് ഇതിനെ കോരി വെച്ചിട്ട് ഒരു 3-4 ദിവസം അങ്ങനെ വെച്ചിരുന്നിട്ട് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് അയക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര വേണമെങ്കിൽ പാനിയാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ ഒരു കഷ്ണം ശർക്കര എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാനിയാക്കി ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലതും. അപ്പോൾ നമ്മളിങ്ങനെ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നാരങ്ങക്കറി ഇവിടെ റെഡിയായി കേട്ടോ. അങ്ങനെ എല്ലാ വീട്ടിലും നാരങ്ങ ഉണ്ടാവും. അപ്പോൾ നാരങ്ങ കറി, വെളുക്കപ്പുളി നാരങ്ങ പല രീതിയിൽ വയ്ക്കാം. ഇങ്ങനെ മാത്രമല്ല, എടുത്തു പറയാം, വേറെ രീതിയിൽ വയ്ക്കാം വെളുക്കപ്പുളി നാരങ്ങ. നമ്മളത് ഇങ്ങനെ വെച്ചു. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് നല്ലതാണ്, ഇത് സൂപ്പറാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കൂലേ. അപ്പോൾ ഈ വീഡിയോയിൽ കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ. എന്തായാലും കാണുന്നവർ കാണുകയും സപ്പോർട്ട് തരികയും ചെയ്യണം കേട്ടോ. അങ്ങനെ തിളച്ച് പറ്റി. ഈ വാഴപ്പുളിയാണ് ചേർത്തെങ്കിൽ ആ പുളി ഇങ്ങനെ വെന്ത് ഇറങ്ങി വരണം. നമ്മളിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങയിൽ അങ്ങനെ പിടിച്ച് സെറ്റായി വരും. പോളി മാസം എന്ന് പറഞ്ഞാൽ പോളി മാസമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായവരാണ് കേട്ടോ, കുറ്റം പറയുന്നവരല്ല. കുറ്റം പറയാൻ ഇരിക്കുന്നവർ എന്തായാലും കുറ്റം പറയുക തന്നെ ചെയ്യും. അതിലൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തു ആ നാരങ്ങക്കറിയിൽ. പക്ഷേ ആൾക്കാർക്കൊന്നും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനതൊക്കെ വിട്ടു. പിന്നെ നല്ലതല്ലേ, നമ്മുടെ വീഡിയോ ആൾക്കാർ കണ്ടിട്ട് പലരും പല അഭിപ്രായം പറയട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കേൾച്ചിട്ട് പറഞ്ഞു, എടി നീ ഒന്ന് കോരി പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ കോരിപ്പോൾ സെറ്റായില്ല, കുറച്ചുകൂടി കുറുകി വരണം. ഇതൊരു 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോളി മാസമാവും കേട്ടോ. അന്ന് കഴിക്കാനാണെങ്കിൽ ഇത്ര വെള്ളമൊന്നും ചേർക്കണ്ട, ഇതേപോലെ ഉണ്ടാക്കി അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോഴത്തേനെ കഴിക്കാം കേട്ടോ. അപ്പോൾ കുറുകി വറ്റി വന്നപ്പോൾ ഇതിലേക്ക് കോരി ഒഴിച്ച് വയ്ക്കുകയാണ് സ്റ്റീൽ പാത്രത്തിൽ. ഇതിലിരുന്ന് വറ്റി പിടിച്ച് സൂപ്പറാവും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിവാദമായ നാരങ്ങക്കറിക്ക് ശേഷം അടുത്ത നാരങ്ങക്കറി ഇന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നാരങ്ങക്കറി നിങ്ങൾക്ക് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയാണോ ഉണ്ടാക്കുമെന്ന് പറയുന്നവരുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ തീരുക.